അമേഠിക്ക് പുറമെ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായ റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ ഈ സീറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മെയ് 3 റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. കോൺഗ്രസിനെ പോലെ BJPയും റായ്ബറേലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ സീറ്റിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വരുൺ ഗാന്ധിയെ BJP മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ മോദി തരംഗമുണ്ടായ 2014-ലും 2019-ലും BJPക്ക് ഇവിടെ വിജയിക്കാനായിട്ടില്ല. റായ്ബറേലിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ദിവസവും ചർച്ചകൾ നടക്കുകയാണ്. ഏറ്റവും പുതിയ സാഹചര്യം കണക്കിലെടുത്ത് BJP ഒരു ആഭ്യന്തര സർവേയും നടത്തിയിട്ടുണ്ട്. BJPയുടെ സർവേയിൽ 5 മുതൽ 6 വരെ നേതാക്കളെ ഉൾപ്പെടുത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതായിരുന്നു വിഷയം. BJP റായ്ബറേലിയിൽ സർവേ നടത്തിയ നേതാക്കളിൽ ചിലർ UPയിൽ നിന്നുള്ളവരും ചിലർ UPക്ക് പുറത്തു നിന്നുള്ളവരുമാണ്. BJPയുടെ ഈ പട്ടികയിൽ എല്ലാവരും പ്രഗത്ഭരായ നേതാക്കളായിരുന്നു. സർവേയിൽ വരുൺ ഗാന്ധിയുടെ പേരാണ് ഏറ്റവും ശക്തമായത്. വരുൺ ഗാന്ധി 2019-ലെ തെരഞ്ഞെടുപ്പിൽ പിലിഭിറ്റിൽ നിന്നും വിജയിച്ചെങ്കിലും ഇത്തവണ പിലിഭിറ്റിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയിട്ടില്ല. വരുൺ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. BJPയുടെ ഉന്നത നേതൃത്വവും ഈ വിഷയത്തിൽ വരുൺ ഗാന്ധിയുമായി സംസാരിച്ചതായും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരുൺ ഗാന്ധി സമയം ആവശ്യപ്പെട്ടതായും വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ വരുൺ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 3. വരുൺ ഗാന്ധിയുടെ ടിക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ പ്രിയങ്ക ഗാന്ധിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഉടൻ തന്നെ വരുൺ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.